സത്യത്തിൽ ഈ ആശിഷ് നേഗി, മാർക്കസ് മർഗുലോ ഓമാരൊക്കെ നമുക്ക് തരുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര പീക്കാണ്. ആ ഫ്രസ്ട്രേഷൻ ഞാൻ എൻ്റെതായ രീതിയിൽ നിങ്ങളുടെ കൂടെ പകർന്നു തരുന്നു. ആ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഓണേഴ്സിന്റെ പുതിയ സൈനിങ്ങിന്റെ ബന്ധപ്പെട്ട അനൗൺസ്മെന്റുകളിലേക്ക് എത്തുന്നതിന് വലിയ തടസ്സങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് ആശിഷ് നേഗി പറയുന്നത്. അത് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കണമെന്ന് പുള്ളി പറയുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മുടെ കാത്തിരിപ്പ് ഇങ്ങനെ നീളുമെന്നാണ് തോന്നുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഫാനായി പോയില്ലേ, നമ്മളന്നും കാത്തിരിക്കും. നമ്മളന്നും കാത്തിരിക്കും എന്തെങ്കിലും അനൗൺസ്മെന്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. എനിക്ക് ഈ പോക്ക് പോകുമ്പം എന്തുകൂടെ ഒരു ഡെഡ് സ്റ്റേജ് കൂടെയാണ് പോകുന്നത്. ഇപ്പം മീഡിയ ടീമിനെ ഹയർ ചെയ്യാൻ ഇഷ്യൂ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം മീഡിയ ടീം ഇല്ലെങ്കിൽ എന്താ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേജിൽ എന്തിനുണ്ട്, ഒരു ഇമോജി എങ്കിലും ഇട്ടാൽ മതി. വേണ്ട, ഒരു 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 ഇമോജി ഇട്ടാൽ അത് തന്നെ നമുക്ക് വലിയ ആശ്വാസം വരുന്ന കാര്യമായിരിക്കും. പിന്നെ എന്താണ്, ഓണത്തിന്റെ അന്നത്തെ രാത്രിയിൽ ഇവന്മാര് ഒഫീഷ്യൽ വാട്സപ്പ് ചാനലിന് കമ്മിങ് സൂൺ എന്നും പറഞ്ഞൊരു സാധനം ഇട്ടതൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ എസ്കലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പം മാർക്കസ് മർഗുലോ പറയുന്നത് നമ്മൾ കാത്തിരിക്കണം. മാർക്കസ് സേഫ് സോൺ ഇട്ടുള്ള കളിയില്ല, അത് നമുക്കറിയാം. മാർക്കസിന് ഒരു കാര്യത്തിനെ കുറിച്ച് ഐഡിയ ഇല്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് പറയാൻ മാർക്കസ് മിടുക്കനാണ്. ആശിഷ് നേഗി ഇങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും, അത് കേട്ട് നമ്മളും മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. അതുപോട്ടെ, ഇപ്പം വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നുമില്ല, എന്തൊക്കെയോ ചെറിയ ബ്ലോക്കേജസ് ആണ്. ആ ചെറിയ ബ്ലോക്കേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഇനിയിപ്പം കോടതിയുടെ അപ്രൂവൽ കിട്ടിയില്ലെന്നെങ്ങാനും പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല, അത് ശരിയാവത്തില്ല. അപ്പം വലിയ പ്രശ്നങ്ങളില്ല, പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എന്താ പ്രശ്നം, എന്താണ് ശരിക്കും പ്രശ്നം? വലിയ തടസ്സങ്ങളില്ല, പക്ഷേ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ ചെറിയ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. പക്ഷേ ട്രാൻസ്ഫർ വിൻഡോ തീരുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ അറിയാം, അല്ലെങ്കിൽ എല്ലാം സോർട്ട് ആവുമെന്നാണ് ആശിഷ് പറയുന്നത്. മാർക്കസ് കാത്തിരിക്കാൻ പറയുന്നു. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ചോളാനും പറയുന്നു. ഇത് അവിടെ ഇവിടെയും തൊടാതുള്ള കളിയാണ് മാർക്കസ് അന്നും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകാൻ നമ്മൾ കുറച്ച് മന്ദമായി.